ഹലോ ഹലോ, ഈ സ്ഥലം അത്ര ശരിയല്ല. എന്തോ? ഈ സ്ഥലം അത്ര ശരിയല്ല. ഞാൻ ഈ സ്ഥലം വാങ്ങാൻ വന്നവനല്ല. അതെ, സിഗരറ്റുണ്ടോ? കാശുണ്ടോ? സിഗരറ്റുണ്ടോന്ന് ചോദിക്കാം, കാശുണ്ടോന്ന് ചോദിക്കുന്ന. അതെ, സിഗരറ്റുണ്ടോ? കാശുണ്ടോ? നീ പോടാ, എന്റെ സിഗരറ്റ് വേണ്ട. എന്റെ സിഗരറ്റ് വലിക്കല് പള്ളിയിലച്ചൻ വരെയാണെന്ന്. അല്ല, ഈ സിഗരറ്റ് ഉണ്ടോ എന്ന് ചോദിക്കുന്നതിന് കാശ് വേണ്ടല്ലോ. എനിക്ക് എമ്മനായിട്ട് വലിക്കാറില്ല. നീ പോടാ, എന്റെ പട്ടിന്. ഇവിടെ വെച്ച് സിഗരറ്റ് വലിക്കല് പള്ളിയിലച്ചൻ വരെയാണെന്ന്. നീ പോടാ. പള്ളിയിലച്ചൻ വരെയാണെന്ന് പറഞ്ഞു. ഇവിടെ പള്ളിയിലച്ചനല്ലേ വരുന്ന, അല്ലാതെ പെട്രോൾ ബങ്കൊന്നും അല്ല. ഞാൻ അങ്ങോട്ട് കത്തിച്ച ഉടനെ കത്തിച്ചാമ്പലാവാ. നീ പോടാ. ഇയാള് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തുവാ ഞാൻ എന്ത് കള്ളത്തനാ താൻ പറയുന്നത്? താൻ ഇന്നലെ ഞാൻ തന്റെ അടുത്ത് എന്താ ചോദിച്ചെന്നറിയോ? ഞാൻ എന്റെ അടുത്ത് ചോദിച്ചു, ആ ശിശുപാലന്റെ വീടെന്ന് ചോദിച്ചു. ആ വർഷാപ്പ് പോണെങ്കിൽ ശിശുപാലന്റെ വീട് താൻ പറയുന്ന അറിയത്തില്ലെന്ന് ഞാൻ നോക്കി കണ്ടുപിടിച്ചു വന്നു. അപ്പം തന്റെ വീടിന്റെ തൊട്ട് ചേർന്നിരിക്കുന്നതാണ് ശിശുപാലന്റെ വീട്. എന്തിനാ അറിയില്ലെന്ന് കള്ളം പറഞ്ഞേ? ശരിയാ. നീ ഇന്നലെ എത്ര മണിക്കാ ശിശുപാലന്റെ വീട് ചോദിച്ചത്? ഒരു വൈകുന്നേരം ഒരു 4:30 മണിയാവും. മോനെ, ഉച്ചയ്ക്ക് 2 മണി കഴിഞ്ഞാൽ എനിക്ക് എന്റെ വീടേ അറിയാം. പിന്നീടല്ലേ ശിശുപാലന്റെ വീട്. പോടാ. എന്തുവാടാ, നീ എന്തിനാ ശിശുപാലന്റെ വീട്ടിൽ പോയത്? ശിശുപാലന്റെ വീട്ടിൽ വേറെ ഒന്നുമില്ല. എന്റെ അനിയനെ ഒരു പെണ്ണ് ആലോചിക്കാൻ വേണ്ടി പോയതാ. ശിശുപാലന്റെ അനിയത്തെ ആലോചിക്കാൻ. അത് ശരിയാവത്തില്ല, ഭയങ്കര ഫാഷനും. ഫാഷൻ യുഗമാണ്. ഞാൻ ഇപ്പൊ ക്ലിയർ ആക്കി തരാം. അതായത് 1970 കാലഘട്ടത്തിലൊക്കെ, ഇപ്പോഴൊക്കെ ഫാഷൻ യുഗം. 70 കാലഘട്ടത്തിലെ പെമ്പിള്ളേരെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വന്ന് അമ്മയോട് പറയും, അമ്മേ ഞാൻ കോളേജിൽ പോവുക. ഉടനെ തന്നെ തള്ള ചോദിക്കും, മോളെ നീ എന്ത് ഡ്രസ്സാടി ഇടുന്നേ? ഉടനെ കുട്ടി പറയും, അമ്മേ ഞാൻ ഇന്ന് ഹാഫ് സാരി ഉടുക്കണോ ഫുൾ സാരി ഉടുക്കണോ? ഉടനെ തള്ള പറയും, മോളെ നീ ഹാഫ് സാരി ഉടുത്താൽ മതി, അതേ നിനക്ക് ചേരൂ. ഒരു 85 കാലഘട്ടമായപ്പോ, അമ്മേ ഞാൻ കോളേജിൽ പോവുക, ഇന്ന് ജീൻസ് ഇടണോ അതേ ചുരിദാർ ഇടണോ? ഉടനെ തള്ള പറയും, മോളെ നീ ജീൻസ് ഇട്ടാ മതി, അതേ നിനക്ക് ചേരൂ. ഇപ്പോഴത്തെ പെമ്പിള്ളേർ വന്ന് പറയും, അമ്മേ ഞാൻ കോളേജിൽ പോവുക. ഉടനെ തള്ള പറയും, മോളെ നീ എന്തെങ്കിലും ഇട്ടോണ്ട് പോണേടി. അതായിരിക്കുന്നു അവസ്ഥ. അതുകൊണ്ട് നീ അതിനെ കുറിച്ച് പറയണ്ട. താൻ കൂടുതൽ മാന്യനൊന്നും ആവണ്ട. താൻ എന്താ ചെയ്ത, പുറന്നിറങ്ങിയിരിക്കുന്ന തന്റെ മൂത്ത മോളെ വീട്ടിലിരുത്തിയിട്ട് ആ +2 പഠിക്കുന്ന ഇളയ മോളെ കല്യാണം കഴിച്ചയച്ചല്ലേ താൻ? അതിൽ തെറ്റ് പറയരുത്. മൂത്ത മോള് പൊരയെ നിറഞ്ഞു നിന്നുള്ളൂ, ഇളയവള് വയറ് നിറഞ്ഞാ നിന്നത്. ഇതിലാരേടാ ഞാൻ കെട്ടിച്ചയക്കേണ്ടത്? പറയണ്ട, 2 വിവാഹം കഴിച്ച ആളാണ്. ആദ്യത്തെ ഭാര്യ എന്തിനാ ആവശ്യമില്ല ഡൈവോഴ്സ് ചെയ്ത ഇയാള്? അത് നിസ്സാര കാര്യം. എന്തോന്ന്? കുഞ്ഞിന്റെ സ്ഥാനം മാറിക്കിടന്നു. ആ ഒരു നിസ്സാര കാര്യത്തിന് അവൾ എന്നെ ഡിവോഴ്സ് ചെയ്തു. കുഞ്ഞിന്റെ സ്ഥാനം മാറിക്കിടന്ന ഡിവോഴ്സ് ചെയ്തു? അതെന്താ? എന്റെ ഭാര്യയുടെ വയറ്റിൽ വളരേണ്ട കുഞ്ഞ് സ്ഥാനം മാറി വേലക്കാരിയുടെ വയറ്റിലായിപ്പോയി. ഇത് അമേരിക്കയല്ല, ഇത് കേരളമാണ്. അമേരിക്കൻ കേരളമായിട്ടുള്ള സംഭവം പറഞ്ഞത്. അമേരിക്കയിൽ പബ്ലിക്കായിട്ട് കിസ് ചെയ്യാം, പക്ഷെ മൂത്രം ഒഴിക്കാൻ പാടില്ല. കേരളത്തിൽ പബ്ലിക്കായിട്ട് മൂത്രം ഒഴിക്കാം, പക്ഷെ കിസ് ചെയ്യാൻ പാടില്ല. ഓ ചേട്ടനെ സമ്മതിച്ചേട്ടാ, ഇത്രയും ബുദ്ധി വിവരമൊക്കെ ഉണ്ട്. എന്നാ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ? അതായത് ഒരു ആട് 6 മാസം ഗർഭം ധരിച്ച് പ്രസവിക്കുന്നു. ഒരു മനുഷ്യ സ്ത്രീ 10 മാസം ഗർഭം ധരിച്ച് പ്രസവിക്കുന്നു. എന്നാൽ 2.5 വർഷം ഗർഭം ധരിച്ച് പ്രസവിച്ച ഒരു ജീവിയുടെ പേര് പറയാമോ? പാരിജാതം സീരിയലിലെ അരുണ. 2.5 വർഷം എടുത്ത് മോനെ ഒന്ന് പ്രസവിച്ച് കിട്ടാൻ. ഹലോ, എന്താ ഇത്ര ബഹുമാനിക്കുന്ന അധ്യാപകനാ? അധ്യാപനൊക്കെ എത്രയും ബഹുമാനിക്കും. പിന്നെ സ്ഥലം എസ് ഐ? ഓ, കമ്പ്യൂട്ടർ പഠിപ്പിക്കുന്ന സാറ്? അതല്ലെന്ന്, ബിവറേജസിൽ ബില്ലടിക്കുന്ന സാറ്. മോനെ ഇത് ബഹുമാനിച്ചില്ലെങ്കിലേ നാളെ പട്ടിണിയാ. പിന്നെ ഞാൻ ഒരു ചോദ്യം ചോദിക്കും, ഇത്രയും വിവരമൊക്കെ ഉള്ള മനുഷ്യനല്ലേ, അതായത് ഈ ലവ് മാരേജും അറേഞ്ച് മാരേജും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണ്? അതെ, അതിന് ചെറിയൊരു സംഭവമുണ്ട്. അതായത് ലവ് മാരേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്നേഹിക്കുന്ന പെണ്ണിനെ നമ്മൾ വിവാഹം ചെയ്യുന്നു, ലവ് മാരേജ്. അറേഞ്ച്ഡ് മാരേജ് എന്ന് പറഞ്ഞാൽ വല്ലവനും പ്രണയിച്ച പെണ്ണിനെ നമ്മൾ വിവാഹം ചെയ്യുന്നു, ദാറ്റ് ഈസ് അറേഞ്ച്ഡ് മാരേജ്. നിനക്കില്ലേ അതുകൊണ്ടോ സ്വീകരിക്കാം? അല്ലെ, എനിക്കൊരു സംശയം കൂടി പറയണം. അതായത് ഞാനൊരു പെൺകുട്ടിയെ പ്രേമിക്കുന്നുണ്ട്. നാളെ അവളുടെ ബർത്ത്ഡേ ആണ്. അവളെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്താ കൊടുക്കേണ്ടേ? അവളെങ്ങനെ സുന്ദരിയാണോ? പിന്നെ അടിപൊളി സുന്ദരിയാണ്. അങ്ങനെയാണെങ്കിൽ എന്റെ ഫോൺ നമ്പർ കൊടുക്കും. കുടിച്ചോണ്ട് കിടക്കുന്നു മദ്യപാനി. എടോ ഇവിടെ നിൽക്കല്ലേ, താൻ നല്ല ഫിറ്റാണ്, വീട്ടിൽ പോയി കിടക്കും. കുടിയാന്ന് മോനെ, നമ്മളൊക്കെ കാശ് കൊടുത്ത് കുടിക്കുന്നുണ്ടാ, ഇവനൊക്കെ 2 രൂപയ്ക്ക് റേഷനരി വാങ്ങുന്നു. നീയൊക്കെ 1-ാം തീയതി ഇങ്ങോട്ട് ബിവറേജ് തുറക്കാൻ പറ, 50 പൈസക്ക് റേഷനരി വാങ്ങാം. പോടാ.
Where is the railway station? Hello, I am talking to you. Where is the railway station? നേരത്തെ അങ്ങ് പോയാൽ മതിയായിരുന്നു. ഉള്ള പിടുത്തവും പോവേ ഉള്ളു. Man, time is over. Please tell me, where is the railway station? എന്നും ഇതേ വഴിക്ക് ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നതാണ്. ഇന്ന് ഒരുത്തനും കാണാനും ഇന്ന് ബന്ധാണ് എന്തോ. Hello, I am talking. Where is the railway station? Please tell me. ഞാൻ പാവോണ്, എന്നെ ഒന്നും ചെയ്യരുത്. എനിക്ക് വീട്ടിൽ പോണ 2 മക്കളുണ്ട്. Oh, tell me, where is the railway station? ഇപ്പൊ പറഞ്ഞുതരാം. നേരെ പോയിട്ട് ഒരു വളവുണ്ട്. വളവ് കഴിയുമ്പോൾ അവിടെ ഒരു മുക്കുണ്ട്. മുക്ക് കഴിയുമ്പോൾ ചെന്ന് ഇട റോഡ് ചെന്നിറങ്ങണത് റെയിൽവേ സ്റ്റേഷൻ. What? വട്ടീൻ്റെ അപ്പന്. Please tell me. ഇതിപ്പോ Please tell me the way, please. മൈക്ക് റെയിൽവേ സ്റ്റേഷൻ അല്ലേ? ഇംഗ്ലീഷ് പറഞ്ഞുതരാം. Yes, yes. ഇംഗ്ലീഷ്. Yes, I need English. നേരെ പോണം. നേരെ. Oh, you mean straight? രാജാ Straight. Yeah. Yeah, 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 yeah. ഇത് കടിക്കുമോ എന്തോ? Then, എന്താ next. ഇതൊക്കെ എന്താ ഭാഷ ഇത്? നേരത്തെ വീട്ടിൽ പോയാൽ മതിയായിരുന്നു. Yes. എന്നിട്ട് വളഞ്ഞ് മലയാളം കയറി വരണം. എന്നിട്ട് വളഞ്ഞ് What? വളവ്. വളഞ്ഞു വളവ്. You mean turn right? അതെ. Turn right. Then, ഈശ്വര, അതൊരെത്തി. ഇനിയിപ്പൊ മുക്കിനിപ്പോ എങ്ങനെ പറഞ്ഞു കൊടുക്കാൻ? എന്നെ നോക്ക. Okay, okay. മുക്ക് പറഞ്ഞ തരാം. okay. നോക്ക. മുക്ക്. Mukka. ഇനി മുഖ്യ വിവരം അറിയുന്നു. പോടാ അതിന്റെ മോനെ, ഇത്രയും മുഖ്യ വിവരം എനിക്കറിയാം. എടേ ഇങ്ങനെ റോഡ് മൂന്നും കൂടിയ മുക്ക. Oh, you mean junction? ഇത് ഉറങ്ങി കിടക്കായിരുന്നു. എനിക്ക് വൈകി ഇതായിരുന്ന ജംഗ്ഷൻ. Then, അരെ then. പറഞ്ഞിരി. ഏത് സമയത്തവൻ കയറി വന്ന് ഉള്ള പിടുത്തം പോയി. Yes, junction. ഇനിയിപ്പോ ഇടറോഡിന് എങ്ങനെ പറഞ്ഞു കൊടുക്കാൻ? ഈശ്വരൂ, ഇടറോ. Time is over. Please tell me. എട ഇങ്ങനെ ചെറിയ റോഡ്. എട റോഡ്. You mean gap road? ഗ്യാപ്പ് ഉണ്ടെങ്കിൽ കാര്യം അങ്ങ് പോടാ പന്നി. എട റോഡ്. Okay. ചെന്നിറങ്ങണത് റെയിൽവേ സ്റ്റേഷൻ. ഓക്കെ, ഇപ്പൊ മനസ്സിലായില്ല. മലയാളിയല്ലേ, നമ്മൾ ഏത് ഭാഷയായാലും മലയാളികൾ പിടിച്ചു നിൽക്കും. അതാണ് നമ്മുടെ മലയാളിയുടെ ഏറ്റവും വലിയ മിടുക്ക്. ഓക്കെ മോനെ. But man, where is the railway station? ഇതല്ലേടാ നേരത്തെ പട്ടി നിന്നടുത്ത് ഞാൻ പറഞ്ഞത്. അതല്ലേ നിനക്ക് മനസ്സിലായി? നിനക്ക് എന്താണ് ഇത് മാത്രം? You mean Kalli Party? മോനെ, മനസ്സിൽ ലഡ്ഡു പൊട്ടി.